ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ വാർത്തയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുമായി വരുന്നത് അത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് നിയമസഭയിൽ തുടക്കമാകുന്നു എന്നത് തന്നെയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യ ഖണ്ഡികയും അവസാന ഖണ്ഡികയും വായിച്ച ഗവർണറുടെ നടപടി ഭരണപക്ഷവും പ്രതിപക്ഷവും വിമർശിച്ചിരുന്നു. ഇക്കാര്യങ്ങളും ചർച്ചയിൽ അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഷീജ. ഗുഡ് മോർണിംഗ് കാവ്യ. ഒട്ടും വിശദീകരിക്കേണ്ടതില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത്, സംഭവിച്ചത്, എത്ര വലിയ വിമർശനമാണ് അത്. രാഷ്ട്രീയ രംഗത്തു നിന്ന് മാത്രമല്ല, ഒരു സംസ്ഥാനത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന നിരവധിയായ നിലപാടുകൾ അത് ഗവർണർ നിയമസഭയിൽ വന്ന് അവിടെയും ഉന്നയിച്ചിരിക്കുന്നു. ആ ഒരു നിഷേധാത്മക സമീപനം, ആ ഒരു പ്രതിഷേധം എന്നതൊക്കെയും നമ്മൾ കണ്ടതാണ്. ഇന്നങ്ങനെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കമാകുന്നു. തീർച്ചയായും കാവ്യ, 15ാമത് കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിനാണ് കഴിഞ്ഞ ദിവസം, അതായത് ഈ മാസം 25-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായത്. നയപ്രഖ്യാപന പ്രസംഗം എന്ന് സാങ്കേതികപരമായി പറയാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ കണ്ടതാണ്, കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നയപ്രഖ്യാപനത്തിന് വേണ്ടി ഗവർണർ വരുന്നു. അതിനുശേഷം ആദ്യ ഖണ്ഡികയും അവസാനത്തെ ഖണ്ഡികയും വായിച്ചുകൊണ്ട് നയപ്രഖ്യാപനം അവസാനിപ്പിച്ചു പോകുന്ന ഗവർണറുടെ ഒരു നടപടിയാണ് നമുക്കന്ന് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ സഭ ആരംഭിക്കുമ്പോൾ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് കൂടിയാണ് ഇന്ന് തുടക്കമാകുന്നത്. അപ്പോൾ ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടയിൽ സ്വാഭാവികമായും ഗവർണറുടെ ഈ ഒരു നിലപാട്, അതിനെതിരെയുള്ള വിമർശനങ്ങൾ പ്രധാനമായും അംഗങ്ങൾ ഉയർത്തും എന്ന് തന്നെയാണ് അറിയുന്നത്. ആ രീതിയിൽ നന്ദിപ്രമേയവും അതിൻ്റെ കാര്യങ്ങളും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഗവർണറുടെ കഴിഞ്ഞ ദിവസത്തെ നടപടിയൊക്കെ നമുക്കറിയാവുന്നതാണ്. കാരണം SFIയുടെ പ്രതിഷേധത്തിനെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, ഇപ്പോൾ കേന്ദ്രസേനയുടെ സുരക്ഷയടക്കം നിലവിൽ ലഭ്യമാക്കിക്കൊണ്ടുള്ള നടപടികൾ, ആ രീതിയിലുള്ള ഗവർണറുടെ നടപടികൾ കൂടി ഈ വിമർശന അംഗങ്ങൾ ഉന്നയിക്കുമ്പോൾ അതും ഉയർന്നു വരും ഈ ചർച്ചയ്ക്കിടയിൽ എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അത് ഒരു ഭാഗത്ത് ആ രീതിയിൽ നടക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ സഭ നടപടികളുമായി സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ സഭാ നടപടികൾ 9 മണിക്ക് സാധാരണ രീതിയിൽ ആരംഭിക്കുന്ന രീതിയിൽ തന്നെ 9 മണിക്ക് ചോദ്യോത്തരവേളയോടുകൂടി ആരംഭിക്കുന്നതായിരിക്കും. ശൂന്യവേളയിലൊക്കെ കടക്കുമ്പോൾ അടിയന്തര പ്രമേയ വിഷയമായി ക്ഷേമ പെൻഷൻ വിഷയം ഉന്നയിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പ്രതിപക്ഷം വലിയ തോതിൽ, നമുക്കറിയാം സംസ്ഥാന വ്യാപകമായി 5 മാസമായി പെൻഷൻ സംസ്ഥാനത്ത് കിട്ടുന്നില്ല എന്ന തരത്തിലുള്ളൊരു വ്യാജ പ്രചരണമൊക്കെ വലിയ തോതിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ധനമന്ത്രി തന്നെ കൃത്യമായ രീതിയിൽ കണക്കുകൾ സഹിതം വിശദീകരിച്ചിരുന്നു. കാരണം ഓണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ നൽകിയിരുന്നു. നവംബർ മാസത്തിൽ 1 മാസത്തെ പെൻഷനും ഡിസംബർ മാസത്തിൽ 1 മാസത്തെ പെൻഷനും സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 5 മാസമായി പെൻഷൻ നൽകുന്നില്ല എന്നുള്ള വാദം അത് തെറ്റാണ് എന്നുള്ളത് ധനമന്ത്രി തന്നെ കണക്കുകൾ സഹിതം നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു. ഈ വിഷയം സഭയിൽ കൂടി ഉന്നയിക്കാനാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിൽ വിഷയം സഭയിൽ ഉന്നയിച്ചുകൊണ്ട് സഭയെ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ളൊരു തീരുമാനമാണ് പ്രതിപക്ഷത്തിൻ്റേത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഏതായാലും ഈ സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗവും രാവിലെ 8:15 ചേരുന്നുണ്ട്. അതിൽ വിശദമായി അവർ ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ഏത് രീതിയിൽ സഭയിൽ നിലപാടെടുക്കണം എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത പ്രതിപക്ഷം വിശദീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയം സഭയിൽ ഇന്ന് ഉന്നയിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ ധനമന്ത്രി അതിനുള്ള മറുപടിയും സഭയിൽ നൽകുന്നതായിരിക്കും. ഈ രീതിയിലാണ് ഇന്നത്തെ സഭാ നടപടികൾ മുന്നോട്ട് പോകുക. ശരി ഷീജ, താങ്ക് യു. എന്തായാലും സഭാ നടപടികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഷീജ ഇപ്പോൾ പറഞ്ഞത്. ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കണ്ടതൊക്കെയും അത് ഈ നന്ദിപ്രമേയ ചർച്ചയുടെ ആ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കേണ്ടതുണ്ട്. അപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ വിവിധ വിഷയങ്ങളിലുള്ള നിലപാടുകളും ഇപ്പോൾ എന്തായാലും ഒരു അടിയന്തര പ്രമേയം ആ ഒരു ശൂന്യവേളയിൽ ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ സഭ പ്രക്ഷുബ്ധമാക്കി തന്നെ മുന്നോട്ട് പോവുക എന്നൊരു നയമായിരിക്കും പ്രതിപക്ഷവും ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിക്കാനുള്ള സാധ്യത എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയണം. ഗവർണർ സ്വീകരിച്ച നടപടിക്രമങ്ങൾ, നിലപാടുകളൊക്കെയും നേരത്തെ തന്നെ ചർച്ചയായതാണ്, വിമർശന വിധേയമായതാണ്. പക്ഷേ നിയമസഭയുടെ ആ ഒരു ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് ഇന്ന് നന്ദിപ്രമേയ ചർച്ച പുരോഗമിക്കുമ്പോൾ ഭരണപക്ഷം വളരെ കൃത്യമായി ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ നന്ദിപ്രമേയ ചർച്ചയ്ക്കൊപ്പം തന്നെ അവതരിപ്പിക്കും. പ്രതിപക്ഷം ഏത് നിലയ്ക്കാണ് അതിനൊപ്പം നിലപാടെടുക്കുക എന്നതും ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്.